പെരുമ്പാവൂർ അമൃത വിദ്യാലയത്തിൽ BPCL സ്വച്ഛതാ പഖ്വാഡ പ്രോഗ്രാം സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വരവേറ്റ് പെരുമ്പാവൂർ അമൃത വിദ്യാലയം BPCL സ്വച്ഛതാ പഖ്വാഡ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു അദ്ദേഹം. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് താലപ്പൊലിയുടെ നിറപ്പൊലിമയോടെ കേന്ദ്രമന്ത്രിയെ വേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. കുട്ടികളുടെ സ്വാഗത നൃത്തത്തോടെയായിരുന്നു തുടക്കം. തുടർന്ന് സുരേഷ് ഗോപിയും മറ്റ് മുഖ്യാതിഥികളും ചേർന്ന് ദീപം തെളിയിച്ചു. അമ്മ മാതാവിന് വേണ്ടി, ഭൂമി ദേവിക്ക് വേണ്ടി നമ്മൾ ഒരു പച്ച കുട വിരിക്കുന്ന സമ്പ്രദായമാണ് ഈ മരം നടിയിൽ യജ്ഞം. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് കേരളത്തിലൊക്കെ, ഇന്ത്യയിലും ഒക്കെ, ലോകത്ത് തന്നെ ജൂൺ 5-ാം തീയതി അല്ലെ, പരിസ്ഥിതി ദിനം, മണ്ണ് ദിനം, അങ്ങനെ പല പേരിട്ട് സ്നേഹത്തിൽ വിളിക്കും. മഴ നനഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച മരങ്ങളെല്ലാം മണ്ണിനും മനുഷ്യനും കൃഷിക്കാർക്ക് ഏറ്റവും വലിയ ദ്രോഹം ചെയ്ത മരങ്ങളാണ് അല്ലെ. ഈ പോളൻ വിതറി മരങ്ങള് പോലെയുള്ള മരങ്ങളൊന്നും അങ്ങനെ വ്യാപൃതമായി ഒരു കാശും കൊടുക്കാതെ അതിന്റെ എല്ലാം ചെടി കിട്ടും. അത് വിറ്റ് അഴിമതി വരെ ഉണ്ടായ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. പക്ഷേ നടേണ്ട മരമേതെന്ന് പോലും നമ്മളിനി കുഞ്ഞുങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. അല്ലാതെ തരുന്ന ചപ്പ് മരങ്ങളെല്ലാം വലിച്ചെറിയുന്നു. ഇതൊന്നും മണ്ണിന് നല്ലതല്ല, ആവാസ വ്യവസ്ഥയ്ക്കും നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും പുതിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അലോപ്പതി ഡോക്ടേഴ്സ് പോലും ഇന്ന് വെളിച്ചെണ്ണയിൽ അങ്ങനെ വരുമ്പോൾ തെങ്ങ്, ചക്ക, ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഏറ്റവും നല്ല ഔഷധം പഴുക്കുന്നതിന് മുമ്പുള്ള വിളഞ്ഞ ചക്ക എന്ന് കണ്ടുപിടിച്ചെങ്കിൽ വ്യാപൃതമായിട്ട് മലയാളികൾ ആ പാരമ്പര്യം തുടങ്ങി വെക്കൂ. ഭാരതത്തിനും ലോകത്തിനും വേണ്ടി നിങ്ങൾ ഓരോ പ്ലാവിൻ തൈ നിങ്ങളുടെ അമ്മമാരുടെ പേരിൽ നട്ടു വളർത്തു. അത് ഈ 2 വർഷം 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ചക്കയല്ല, 8 വർഷം കൊണ്ട് കായ്ച്ചാൽ മതി എന്ന് വെക്കൂ. അതിന് യഥാർത്ഥ ഔഷധ ഗുണമുണ്ട്, ആയുർവേദ ഔഷധ ഗുണമുണ്ട്. നിങ്ങൾ എല്ലാവരും ചെയ്യണം. അവരവരുടെ അമ്മമാരുടെ പേര് നൽകി ഈ പ്ലാവോ തെങ്ങോ അല്ലെങ്കിൽ ലക്ഷ്മി തരു, നീർമരുത്, അതുപോലെയുള്ള ഒരുപാട് പൊങ്കാമിയ പിന്നറ്റ, മുങ്ങുമരം, ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് ഈ ഭൂമിയെ സമ്പുഷ്ടമാക്കണം. വർദ്ധിച്ചു വരുന്ന സൂര്യാഘാതം ഓരോ വർഷവും കർഷകന് മാത്രമല്ല അവന്റെ വേർപ്പും കണ്ണീരും ചേർത്ത് കുടിപ്പിക്കുന്നത്, അവന്റെ ചോര കണ്ണീർ കുടിപ്പിക്കുന്നത്. പക്ഷെ പക്ഷി മൃഗാദികൾ, നമ്മളെല്ലാ ലിവിങ് ബീയിങ്സ് ഓൺ എർത്ത് ആർ ബീയിങ് ടോർച്ചർഡ് ബൈ ദി excessive heat which comes out of the sun and which keeps increasing every year, raising global warming concerns and apprehension. BPCL കൊച്ചി റിഫൈനറി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചാക്കോ M. ജോസ് ആമുഖ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ KN സംഗീത, അമൃത വിദ്യാലയം അഡ്മിനിസ്ട്രേറ്റർ ഗീത സുരേഷ്, പ്രിൻസിപ്പൽ മീന കസ്തൂരി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് അമൃത വിദ്യാലയം പെരുമ്പാവൂരിൽ വളരെ നല്ലൊരു പ്രോഗ്രാം നടത്താനായിട്ട് സാധിച്ചു. ശരിക്കും അതൊരു അവയർനെസ് പ്രോഗ്രാമായിരുന്നു. സ്വച്ഛ് ഭാരതിൻ്റെ അവയർനെസ് പ്രോഗ്രാം കുട്ടികളിലേക്ക് സമൂഹത്തിൽ നമ്മുടെ പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കണം, പ്രകൃതിക്ക് നമുക്ക് എന്ത് തിരിച്ചു കൊടുക്കാം എന്നുള്ളൊരു അവയർനെസ് സെഷനായിരുന്നു ഇന്ന്. നമ്മുടെ മിനിസ്റ്റർ സുരേഷ് ഗോപി സാറ് വളരെ നല്ല രീതിയിൽ കുട്ടികളുമായി സംവദിച്ചു. അവർക്ക് ഒരുപാട് സമയം അദ്ദേഹവുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ട്രീ സാപ്ലിങ്സ് കുട്ടികൾക്ക് വേണ്ടി സ്കൂളിൽ വിതരണം ചെയ്തു. അതെല്ലാം അവർക്ക് വീടുകളിലേക്ക് കൊണ്ടുപോയി പ്രകൃതിയെ സംരക്ഷിക്കാനും, പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ഭൂമി മാതാവിനെ പച്ചപ്പ് പുതയ്ക്കാം എന്നുള്ളൊരു സന്ദേശമായിരുന്നു അദ്ദേഹം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തത്. സോ വളരെ സന്തോഷം. BPCLുമായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത്. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. BPCL സ്വച്ഛതാ പഖ്വാഡ പ്രോഗ്രാം ഉദ്ഘാടനത്തോടൊപ്പം സ്വച്ഛതാ പ്ലഡ്ജ്, വൃക്ഷത്തൈ നടീൽ, വൃക്ഷത്തൈ വിതരണം, വിദ്യാർത്ഥികൾക്കായുള്ള പുരസ്കാര വിതരണം, സ്കൂൾ തൊഴിലാളികൾക്കുള്ള ഹൈജീൻ കിറ്റുകളുടെ വിതരണം എന്നിവയും സുരേഷ് ഗോപി നിർവഹിച്ചു. ശുചിത്വബോധം ജീവചര്യ ആക്കണം എന്ന് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ശുചിത്വവും മാലിന്യ നിർമ്മാർജ്ജനവും പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനാണ് സ്വച്ഛതാ പഖ്വാഡ. മാതൃനാമത്തിൽ ഒരു മരം എന്ന ആശയം മുൻനിർത്തിയാണ്
ശുചിത്വവും മാലിന്യ നിർമ്മാർജ്ജനവും പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന് കീഴിൽ 2 ആഴ്ച നീളുന്ന ശുചീകരണ പ്രചാരണമായ സ്വച്ഛതാ പക്വാഡ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.